السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് നിറവേറ്റാനുള്ള തൗഫീഖും സന്മനസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ഏറെ സന്തോഷകരമാണ് ഒരിക്കലൂടെ ഇവിടെ വരാനും നിങ്ങളെ കാണാനും, കാണുന്നത് പള്ളിയിൽ വെച്ചാകാനും അത് തന്നെയും പടച്ചറബിൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടും ഏറെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആരാധനാക്രമങ്ങളെല്ലാം പടച്ചറബ് സ്വീകരിക്കുകയും അതിൽ വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അർഹമായ പ്രതിഫലം റബ്ബ് നമുക്കതിന് നൽകുകയും ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. യാതൊരു രോഗവും നമുക്ക് നൽകാതിരിക്കുകയും ഉള്ള രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. ഒന്നോ രണ്ടോ പരീക്ഷണങ്ങളൊന്നുമല്ല. ഇപ്പം നമ്മൾ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകമൊരു യുദ്ധത്തിലാണ് ഉള്ളത്. ഏറെ സങ്കടകരമാണ്, ഏറെ പ്രയാസകരമാണ്. ഒരു സ്കൂളിലേക്ക് ബോംബിട്ടപ്പോഴേ 160 ചില്ലാനും പെൺകുട്ടികളാണ് ഒരൊറ്റ ബോംബിങ്ങിൽ മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ അതൊക്കെ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിലും ഭൂമി ലോകമെന്ന് പറയുന്നത് പരീക്ഷണാലയമാണല്ലോ. ഖുർആൻ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും പടച്ചത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ ദുനിയാവിൽ എന്തുണ്ടാകും? പരീക്ഷണങ്ങൾ ഉണ്ടാകും. നന്മ കൊണ്ടും തിന്മ കൊണ്ടും പടച്ച റബ്ബ് പരീക്ഷിച്ചേക്കാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണത്തിൻ്റെ ടേസ്റ്റ് അനുഭവിക്കും. വനബ്ലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നുള്ളത് അള്ളാഹുവിൻ്റെ വാക്കാണ്. നന്മ കൊണ്ട് പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു നന്മ ചെയ്താലേ നമ്മുടെ സ്വഭാവം എന്താണെന്ന് പടച്ചറബിന് അറിയാൻ വേണ്ടിയിട്ടാണ്, ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഹദമിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ലിയബ്ലുവനി അഷ്കുറം മക്ഫൂർ, ഞാൻ നന്ദിയാണോ കാണിക്കുന്നത്, നന്ദികേടാണോ കാണിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. നന്മ ചെയ്യുന്നത്, ആ നന്മ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അത് മുഖേന നന്ദി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരി സ്വാബിരീൻ. അല്പമൊക്കെ ഭയം നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് നൽകിക്കൊണ്ടും പരീക്ഷിക്കും. അതേപോലെ സാമ്പത്തികമായ നഷ്ടം വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും. നഷ്ടം വരുത്തിക്കൊണ്ടും പരീക്ഷിക്കും. കൃഷി നാശം വരുത്തിക്കൊണ്ടും പരീക്ഷിക്കും. എന്നാൽ വബശ്ശിരി സ്വാബിരീൻ,
പരിഹാരം എന്താണെന്ന് പടച്ചറബ് തന്നെ നിർദ്ദേശിക്കുകയാണ്. മറ്റൊന്നുമല്ല, ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നാണ്. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആളുകളെ മരണപ്പെടുത്തിക്കൊണ്ട് പടച്ചറബിൻ്റെ പരീക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ താങ്ങാനാവാത്ത പ്രയാസങ്ങളുണ്ടാകും. ജീവിതത്തിൻ്റെ താങ്ങും തളരുമായി നിന്നിരുന്ന ഭർത്താവും ബാപ്പയും ഒക്കെ മരിക്കുമ്പോഴേ അത് വല്ലാത്ത പ്രയാസങ്ങളാണ്. നമ്മളെ സഹായിച്ചിരുന്ന ആളുകളുടെ വിയോഗ വാർത്ത ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും. വല്ലാത്തൊരു പരീക്ഷണമായിട്ട് നമുക്ക് മാറാറുണ്ട്. അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ. എന്നാൽ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇങ്ങനെ പ്രയാസങ്ങൾ ബാധിക്കുമ്പോഴേ അവർ പ്രഖ്യാപിക്കേണ്ട വാക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ റബ്ബിനുള്ളവരാണ് എന്നുള്ള ആ പ്രഖ്യാപനമാണ്. എന്നുവെച്ചാൽ ആ ബോധമാണ് ഉണ്ടാകേണ്ടതെന്ന് അർത്ഥം. ആ ബോധം ഉണ്ടായാലോ അവർ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഉലൈക അലൈഹിം സലവാത്തുൻ മിർ റബ്ബിഹിം, അവർക്കാണ് അവരുടെ രക്ഷിതാവിങ്കൽ എന്നുള്ള സമാധാനങ്ങൾ ഉണ്ടാവുക എന്നാണ്. ശാന്തിയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം, സമാധാനമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടത് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ തെര്യപ്പെടുത്തുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള വാക്ക് നമുക്കൊരു പ്രയാസം ബാധിച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ ആ പ്രയാസം ഓർത്തുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പടച്ചറബ് നമുക്ക് ആ ഓരോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പറച്ചിലിനും ആ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിനും കൂലി നൽകുമെന്നാണ്, പ്രതിഫലം നൽകുമെന്നാണ് പ്രവാചകൻ തിരുമേനി ശാസ്ത്രം നമ്മെ വിളിച്ചത്. പറയണം നമ്മൾ അങ്ങനെ, പ്രാർത്ഥിക്കണം നമ്മൾ എപ്പോഴും അങ്ങനെ. കാരണം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യന് അനിവാര്യമായി കിട്ടേണ്ട കാര്യമാണ്. കാരണം ഖുർആന്റെ പ്രഖ്യാപനം അതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളിൽ ആരാണ് മുജാഹിദുകൾ എന്നറിയാനായി നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. റബ്ബിന്റെ മാർഗത്തിൽ യഥാർത്ഥമായി ധർമ്മസമരം ചെയ്യുന്നവരാരാണ്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുജാഹിദുകൾ ആരാണ്? ലോകത്തുള്ള മുസ്ലിമീങ്ങളിലെ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നത് നമ്മളാണ്, നമ്മളാകണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ കഴിഞ്ഞ കാലത്തിന്റെ അവസ്ഥകളൊക്കെ, നമ്മുടെ നേതൃത്വത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ് കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്ന രൂപത്തിലല്ല. ബഹിഷ്കരണങ്ങളും ഊരുവിലക്കുകളും അതേപോലെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം തെറ്റെന്താണ്? എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തതാണോ? പിന്നെന്താ? അതൊന്നുമല്ല. നേരെ മറിച്ച് ആ പ്രവാചകൻ നമ്മളുടെ ആദർശം അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം അതിനനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ചില്ലറയല്ല. അതാണ് ഖുർആന്റെ പ്രഖ്യാപനം. അതാണ് വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിലുള്ള യോദ്ധാക്കൾ ആരാണെന്ന് ഞാൻ അറിയുന്നതിന് വേണ്ടിയിട്ട് അതുവരെ നാം നിങ്ങളെ പരീക്ഷിക്കുമെന്നുള്ള ഖുർആന്റെ വാക്യം അതാണ്. അവിടെ മാത്രമല്ല, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരീക്ഷണങ്ങളെ അങ്ങനെയാണ്. എന്തിനധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാർ പോലും പരീക്ഷണത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറഞ്ഞില്ലേ, അതേ രാജ്യം വിടുകയാണ്. ഒരു പ്രവാചകന്, ഒരു പ്രബോധകന് പാടില്ലാത്തൊരു കാര്യമാണ്. അതേ നിരാശപ്പെടാൻ പാടില്ല. അതേ രാജ്യം വിട്ടുപോയി. രാജ്യം വിടുന്ന സംഭവം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് മത്സ്യം വിഴുങ്ങുകയും അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ വിളിക്കുന്നതിനോൻ മത്സ്യക്കാരെന്നുള്ള പേര് കിട്ടാനുള്ള കാരണം കൂടി അതാണ്. മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. പക്ഷെ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ടേ പ്രാർത്ഥിക്കുകയുണ്ടായി. ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട്. ഫൽതഖമഹുൽ ഹൂതു, മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയുണ്ടായി. വഹുമുലീം, അദ്ദേഹം വേദന അനുഭവിക്കുകയായിരുന്നു. ഫലൗലാ അന്നഹു കാന മുസബ്ബിഹിൻ, അദ്ദേഹം തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബിനെ അദ്ദേഹം മഹത്വപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുമായിരുന്നു എന്നാണ്. പക്ഷേ ഇതിനൊക്കെയുള്ള മരുന്നാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക്. അത് വല്ലാത്തൊരു വാക്കാണ്. റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തലാണ്.
ആ വാക്കിന് സമാനമായ മറ്റൊരു വാക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ശ്രേഷ്ഠമായ ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, വലൗല അന്നഹു കാന മുസബ്ബിഹിൻ, അദ്ദേഹം എങ്ങാനും തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് വലിയ പ്രയാസമാകുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ആ മത്സ്യം തുപ്പുമായിരുന്നില്ല, പുറത്തേക്കാക്കുമായിരുന്നില്ല. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടാനുണ്ട്. ഒരു പ്രയാസമുള്ള മനുഷ്യൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴേ അയാൾക്ക് ആ പ്രയാസങ്ങൾ നീങ്ങുകയും എന്നിട്ടോ അവിടെ സന്തോഷമുണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് മുത്തുനബിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? ആ പഴയ ഓർമ്മയാണ്, ആ ഓർമ്മയിലൂടെ സഞ്ചരിക്കലാണ്. മനസ്സിലായില്ലേ? അത്ര പ്രയാസങ്ങൾ അനുഭവിച്ച് പരീക്ഷകൾ അനുഭവിക്കേണ്ടി വന്നത് പക്ഷേ തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണെന്നാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ എല്ലാവരെയും പറയണില്ല, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗമുണ്ടായി, ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രകാരമാണ്, അയ്യൂബ, അയ്യൂബ് നബിയെ നിങ്ങൾ ഓർക്കണം, ഇതിനാദ റബ്ബ, അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, അനി മസ്സനി യദുറു, അല്ലാഹുവേ എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. ഒരു പ്രവാചകൻ പടച്ച റബ്ബിനോട് അഥവാ അയച്ച അള്ളാഹുവിനോട് പ്രയാസങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകും? അനി മസ്സനി യദുറു, എനിക്ക് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണെങ്കിലോ കാരുണ്യവാനാണ് താനും, അതിനാൽ നീ എന്റെ പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമുള്ള ഒറ്റമൂലിയെ ഞാൻ ധാരാളം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല. പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പ്രയാസത്തിലുള്ള മാർഗം എന്താണെന്നറിയുമോ? ഈ പറഞ്ഞ പ്രാർത്ഥനയാണ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നബിയോട് ചോദിച്ചു, അയ്യുനാസി അശദ്ദു ബലാഅൻ, പ്രവാചകരെ മനുഷ്യനെ വെച്ചിട്ട് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ ലഭിക്കുന്ന ആൾക്കാരായിരിക്കും? ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക? മുത്തനബിന്റെ വാക്കല്ല അംബിയാ എന്നാണ്, അമ്പിയാക്കന്മാരാണ്. പക്ഷേ ഒരൊറ്റ നബിക്കും തോന്നിയില്ല, ഞാന് ഒരു നബിയായിട്ട് എന്തേ ഇപ്പൊ റബ്ബിനെ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊരൊറ്റ പ്രവാചകനും തോന്നിയില്ല. നേരെ മറിച്ച് ആ പരീക്ഷണങ്ങൾ അവർ പതറാതിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? പതറിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ താളം തെറ്റുകയാണ്, അവിടെ അവസാനിക്കുകയാണ്, അവിടെ നിരക്കുകയാണ്. അതിനാൽ ഒരൊറ്റ പ്രവാചകനും അപ്രകാരം തോന്നുകയുണ്ടായില്ല. നബിയോട് പറയാം, നബിയെ ആരാണ് ഈ പരീക്ഷകൾ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വന്നവരാരാണ്? അമ്പിയാക്കന്മാരാണ്. പിന്നെ ആരാണ്? അതിന്റെ താഴെയുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പടച്ച റബ്ബ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവര് ഒരു പരീക്ഷണങ്ങളും ഇല്ലാതെ കഴിച്ചു കൂട്ടുമെന്നുള്ള വിചാരം നമുക്ക് വേണ്ട എന്നർത്ഥം. നബിന്റെ വാക്കെന്താരങ്ങള്, ആർക്കാണോ ഏറ്റവും അധികം ദീനുള്ളത് ആരാണ്, അവനാണ് ഏറ്റവും അധികം പരീക്ഷിക്കുക എന്നാണ്. ഏതൊരുത്തന്റെ ദീനാണോ അല്പം കുറവുള്ളതാരാണ്, അവന്റെ പരീക്ഷണമാണ് കുറയുക എന്നാണ്. പേടിയാണ് അത് കേൾക്കുമ്പോ. ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കേണ്ടവരാ നമ്മള്. പരീക്ഷണങ്ങൾ കുറയുകയാണെങ്കിൽ ഇതെന്റെ ദീനിന്റെ കമ്മിയാണോ എന്ന് പേടിക്കണമെന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കാതാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, പരീക്ഷണങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ സാധ്യമല്ലാതെ വരും. ഇവരൊക്കെ പറഞ്ഞേ, ഇന്നലെ എന്റെ പക്കലേക്ക് എന്റെ രക്ഷിതാവ് വരികയുണ്ടായി. ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ രക്ഷിതാവിനെ കണ്ടത്. എന്നോട് ചോദിച്ചു, മുഹമ്മദ് നിനക്കറിയുമോ മലഉൽ അലയിൽ നടക്കുന്ന തർക്കങ്ങൾ എന്താ നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ആ സമയത്ത് എന്റെ റബ്ബ് എന്റെ ശരീരത്തിൽ ഇങ്ങനെ കൈവെക്കുകയുണ്ടായി. ഞാനത് എന്റെ ഈ മാറിടത്തിൽ ഞാൻ അതിന്റെ ആ തണുപ്പ് അനുഭവിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആകാശഭൂമികൾ നടക്കുന്നത് എന്ന്. പിന്നെ എന്നോട് ചോദിച്ചു, യാ മുഹമ്മദ് നിനക്കറിയുമോ എന്താണ് മലഉൽ അലയിൽ നടക്കുന്ന ഈ തർക്കം എന്താ നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, അതെ. എന്താണത്? കഫാറത്തിലാണ്. കഫാറത്ത് പ്രായശ്ചിത്തമാണ്. എന്താണ് ഈ കഫാറത്ത്? എന്താണ്? അൽ മുക്തുബിൽ മസാജിദി ബഅദ സ്വലവാത്ത്, നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ ഇരിക്കലാണ്. പ്രിയപ്പെട്ടത്, നമ്മൾ അതിലാണുള്ളത്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണിത്. ഒരു നമസ്കാരം കഴിഞ്ഞിട്ടേ മറ്റൊരു നമസ്കാരം കാത്തിരിക്കുക എന്നുള്ളത്. റബ്ബിനെ എണ്ണിയാലൊടുങ്ങാത്ത മാലാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി, അല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്,
അല്ലാഹുമ്മർഹം, അല്ലാഹുവേ നീ അവരോട് കരുണ കാണിക്കണേ റബ്ബേ. അല്ലാഹുമ്മഗ്ഫിർല, അല്ലാഹു നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ പ്രാർത്ഥന കിട്ടിയാൽ പോരെ നമുക്ക്, ആ ഒരൊറ്റ സന്ദർഭം മാത്രം പോരെ നമുക്ക്. റബ്ബിന്റെ മാലാക്കമുള്ള പ്രാർത്ഥനയാണത്. കാരണം എന്താണ്? നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തന്റെ വാഹനങ്ങളെയും ആയുധങ്ങളെയും ഒക്കെ ഒരുക്കുന്നതിന് തുല്യമാണ് നമസ്കാരം കഴിഞ്ഞിട്ടേ മറ്റൊരു നമസ്കാരം കാത്തിരിക്കുന്നത് എന്നുള്ളത് മുത്തേ ഹബീബിന്റെ വാക്കാണ്. ശരി, നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ താമസിക്കലാണ്. പിന്നെയോ ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്കുള്ള നടന്നുപോക്കാണ്. അതെന്താണ്? കഫാറത്താണ്. പിന്നെയോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒതു കൊടുക്കലാണ്, അഥവാ പ്രയാസപ്പെടുമ്പോഴും ഒതു കൊടുക്കലാണ്. വമൻ ഫഅല ദാലിക, അപ്രകാരം ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ താമസിക്കലാണ്, ജമാഅത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നടക്കലാണ്, വദു ചെയ്യലാണ്. അപ്രകാരം ആരെങ്കിലും ചെയ്താല് ആശ ബിഖൈർ, അവൻ ജീവിക്കുന്നത് ഖൈറിലാണ്. വമാത ബിഖൈർ, അവൻ മരിക്കുന്നത് ഖൈറായിരിക്കുമെന്നാണ്. ആ ഖൈറാണല്ലോ നമ്മൾ തേടുന്നത്. ആ ഖൈറിനാണ് ഈ സംസാരിക്കുന്നത്, ആ ഖൈറിനാണ് ഇരിക്കുന്നതിനാണ്, ആ ഖൈറിനാണ് നമ്മൾ ഈ കേൾക്കുന്നത്, ആ ഖൈറിനാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ പ്രവാചകൻ പറഞ്ഞു, വകാന മിൻ ഖതിയതി, അവന്റെ പാപമാണെങ്കിലോ കയൗമിൻ വലതുഹു ഉമ്മുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉമ്മ അവനെ പെറ്റ ആ സമയത്തെ അവൻ ഏതു രൂപത്തിൽ പാപസുരക്ഷിതനായിരുന്നോ അതേ രൂപത്തിൽ യാതൊരു പാപവും ഇല്ലാതെ ആകുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുഹമ്മദ്, നീ പറയണം, നമസ്കാര ശേഷം നീ പ്രകാരം പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിൽ ഖൈറാത്തി വതർക്കിൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വൻ തഗ്ഫിറ ലി വതർഹംനി വതതൂബ അലയ്യ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിനി ഇലൈക ഖൈറ മഫ്തൂൻ. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള ഒരു മനസ്സിനെ നിനക്ക് നൽകണേ റബ്ബേ. മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സിനെയും പാവങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും നിനക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഈ അടിമകൾക്കെങ്ങാനും ഒരു പരീക്ഷണം വിചാരിച്ചാൽ, കാരണം എന്താണ്? ആ പരീക്ഷണം ഏൽക്കാനേ ഈ പാവപ്പെട്ടവനായ ഈ ദുർബലനായ എന്നെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ വന്നാലോ അതെ, ഈ പരീക്ഷണം നീ എല്ലാവർക്കും ആക്കുന്നതിന് മുമ്പായി നീ എന്നെ കൊണ്ടുപോകണേ റബ്ബേ എന്നാണ്. കാരണം എന്താണ്? പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. ആ പരീക്ഷണം സഹിക്കാൻ ചിലപ്പോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പറയാം, പദവികൾ എന്താണെന്ന് അറിയുമോ? നമ്മുടെ ഗ്രേഡ് കൂട്ടാനേ, നമ്മുടെ പദവികൾ കൂട്ടാനുള്ള മാർഗം എന്താണ്? അത് സലാമി, സലാമിനെ പ്രചരിപ്പിക്കലാണ്. ഭക്ഷണം കൊടുക്കലാണ്. മനുഷ്യന്മാര് കടന്നിറങ്ങുമ്പോഴേ രാത്രി നമസ്കരിക്കലാണെന്നാണ്. അതെന്താണ്? അത് അവന്റെ ഗ്രേഡ് കൂട്ടാൻ, അവന്റെ പദവി കൂട്ടാനേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നാണ്. അതെ, അതിനാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മാർഗം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിൽ തന്നെയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കിലുണ്ട് എന്ന പരിഹാരവും. അജബലി അംരിൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അത് അവന് മാത്രമുള്ളതാണ്. എന്താണ് അവന്റെ കാര്യം? എന്താണ്? അതൊരു വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും തന്നെ ഇല്ല. അവന് ഒരു ഖൈറുണ്ടായാൽ ഫശക്കറ, നന്ദി കാണിക്കുമെന്നാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അഥവാ നന്മ കൊണ്ട് പരീക്ഷിക്കുകയാണെങ്കിൽ നന്ദി കാണിക്കണം. അത് നമുക്ക് സാധ്യമാക്കണം. അതാണ് അവന്റെ അടയാളം. അതാണ്. എന്നാലോ അവന് വല്ല പ്രയാസങ്ങളും ഉണ്ടായാലോ, പ്രയാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വന്നാലോ സബറ, അവൻ ക്ഷമിക്കണമെന്നാണ്. പതറുകയല്ല വേണ്ടത്, പിന്നെയോ അസ്വസ്ഥനാവുകയല്ല വേണ്ടത്. അതേപോലെ പടച്ചറബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുകയല്ല വേണ്ടത്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയപ്പോഴേ നബി പറയുന്നുണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന കുട്ടിയോട് മുത്തുനബിയുടെ സംസാരമുണ്ട്. ഇബ്രാഹിം, നിന്റെ വേർപാടിലെ ഞങ്ങൾ ദുഃഖിക്കുന്നവരാണ്. പക്ഷേ എന്റെ രക്ഷിതാവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, എന്റെ രക്ഷിതാവിന് കോപമുണ്ടാക്കുന്ന വാക്കുകളെ ഞാൻ സംസാരിക്കൂല എന്നാണ്, ഞാൻ പറയില്ല എന്നാണ്. അതെ, റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ നമ്മൾ പറയരുതെന്നർത്ഥം. അതെ, ഈ പരീക്ഷണങ്ങളിലെ നമ്മൾ പതറരുത്. പതറിയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനമാകും, അവിടെ അവസാനിക്കുകയാണ്. അവ തീരാ നഷ്ടമായിരിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരാവർത്തി നിങ്ങൾ വായിക്കുക, അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസിറ ദുനിയ വൽ ആഖിറ, പരലോകവും അതേപോലെ തന്നെ ദുനിയാവും നഷ്ടപ്പെട്ടവരെന്ന് പറയുന്ന ഒരു സംഘം ആളുകളുണ്ട്. ആരാന്നറിയങ്ങള്? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം റബ്ബിന്റെ അടുക്കലേക്ക് വരികയും പ്രയാസങ്ങളില്ലാതെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബിനെ മറക്കുകയും ചെയ്യുന്ന ആളുകൾ. നേരെ മറിച്ചുമാകാം. അഥവാ സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം
റബ്ബിനെ ഓർക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്തേ ഇപ്പൊ റബ്ബിനെ അങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ നിസ്കരിക്കണവനാണല്ലോ, ഒരൊറ്റ ജമാഅത്തും ഞാൻ ഒഴിവാക്കാറില്ല, ഞാൻ നോമ്പ് ഒഴിവാക്കാറില്ല, ഞാൻ ആരാധനാപരമായ കാര്യങ്ങൾ ഒഴിവാക്കാറില്ല, പാവങ്ങളെ സഹായിക്കാറുണ്ട്, എന്നിട്ടും എന്റെ രക്ഷിതാവിന്റെ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതേ ഖസിറത് ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവും അതേപോലെ തന്നെ പരലോകവും നഷ്ടമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ ഉമ്മത്തെ അല്ലെ എത്ര പരീക്ഷണങ്ങൾ അതിജീവിച്ചവരാണ്. ഈ ഉമ്മത്ത് എത്രയാണ് പരീക്ഷിക്കപ്പെട്ടെത്രയാണ്. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മാതാവും അദ്ദേഹത്തിന്റെ പിതാവും കടന്നിട്ട് അവരെ ഇട്ടിട്ട് ചൂടാകുന്ന റമദാൻ, അഥവാ ഈ നമ്മൾ ഈ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴേ ഒരു ആവിങ്ങനെ ഉയരാലുണ്ടല്ലോ, അതിനാണ് സാധാരണ അറബി ഭാഷയിൽ റമദാൻ എന്ന് പറയാം. അതിൽ നിന്നാണ് ഈ റമദാൻ എന്ന പദം ഉണ്ടായതിൽ നിന്നാണ്. അഥവാ മനുഷ്യന്റെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. ആ റമദാൻ അഥവാ അതിൽ കടന്നുകൊണ്ട് അമ്മാറിന്റെയും നാസറിന്റെയും അവരുടെ കുടുംബം ഇങ്ങനെ പുകയുകയാണ്, അഥവാ വെന്ത് ഉരുകുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് തടുക്കാൻ കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് മറ്റൊന്നും സാധിക്കുന്നില്ല. അതിലൂടെ നടന്നു പോകുന്നുണ്ട് പ്രവാചകൻ. ആ സമയത്ത് നബി പറയുന്നൊരു വാക്കുണ്ട്, സബ്റൻ യാ യാസിർ, സബ്റൻ യാ യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കുക. കാരണം എന്താണ്? ഫഇന്ന മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമാണ് റബ്ബിന്റെ കരാർ എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതെ, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ സമുദായത്തിന്റെ പരീക്ഷണങ്ങൾ സംസാരത്തിലൂടെ മാത്രം വർണ്ണിക്കുക സാധ്യമല്ല, അവസാനിക്കുന്നില്ല. നബി പറഞ്ഞില്ലേ, നബിയുടെ അടുക്കലേക്ക് ഒരിക്കൽ സഹാബാക്കൾ വരുന്നുണ്ട്, പ്രവാചകരെ നിങ്ങൾ എന്താ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, നമുക്ക് വേണ്ടിയിട്ട് പടച്ച റബ്ബിലോ നിങ്ങൾ സഹായം തേടുന്നില്ലേ എന്നാണ് അവരുടെ ചോദ്യം. അതാണ് അള്ളാന്റെ ഹബീബ് കഅബത്തിന്റെ ഓരത്തെ ഒരു തലയിണ താഴെ വെച്ചിട്ട് കിടക്കുകയാണ്, അത് അവിടെ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് ഈ ചോദ്യം. നബി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ അവരെ കൊണ്ടുവരികയും മങ്ങാടിലേക്ക് കൊണ്ടുവരികയും എന്നിട്ടോ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവർ തലയിലൂടെ ഇങ്ങനെ ചീകുകയും ചെയ്തതിനു ശേഷം അതിലൂടെ രോമവും അതേപോലെ തന്നെ മാംസവും ഇങ്ങനെ പോരുന്നുണ്ട്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തിട്ടില്ല, ഇതിൽ നിന്ന് പുറത്തു പോന്നിട്ടില്ല. മാത്രമല്ല, കുഴിയിൽ അവർ നിർത്തിയിട്ട് ഒരു ഈർച്ചവാളുകൾ കൊണ്ടുവന്നിട്ട് ആ തലക്കീഴ നേരെ ഈർന്നിട്ട് രണ്ട് ഘട്ടമായിട്ടുണ്ട്. ഒരു ഘട്ടം വലതു ഭാഗത്തേക്കും രണ്ടാമത്തെ ഘട്ടം ഇടതു ഭാഗത്തേക്കും വീണപ്പോൾ പോലും അവരൊരിക്കലും ആ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന എന്താണ്? വലാകിന്നകും തസ്തജിലുൻ, പക്ഷെ നിങ്ങളെ ധൃതി കാണിക്കുകയാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. അരിച്ചു നോക്കൂ നിങ്ങൾ. അഥവാ ഇത്രമാത്രം പ്രയാസപ്പെട്ടുകൊണ്ട് അവർ കാണിച്ചു കൊടുക്കുന്ന എന്താ? നിങ്ങൾ പൊട്ടിയ മുറിവാണ്, ആ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ആ മുറിവിൽ നിന്ന് ചലം വരുന്നുണ്ട്. ആ ചലം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മുത്തുനബിയോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം തേടുന്നില്ല റബ്ബെ എന്നാണ് പ്രവാചകരെ എന്നാണ് അവരുടെ ചോദ്യം. അതാണ് അത്രമാത്രം പ്രയാസങ്ങൾ. അങ്ങനെ വരുമ്പോഴേ നമ്മളൊക്കെ അല്പം പ്രയാസങ്ങളൊക്കെ അഥവാ ഒരു പ്രയാസവും അനുഭവിക്കാത്തവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. നബി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എന്ന് പറയുന്ന സുഹൃത്ത് മുറൂജിലായത്തുണ്ടല്ലോ, എന്റെ വിശദീകരണം നിങ്ങളൊന്ന് വായിച്ചു നോക്കും മലയാള പരിഭാഷയിൽ. നബിന്റെ അത് റസൂൽ പറയാം, നിങ്ങൾക്ക് മുമ്പുള്ള സംഘം ആളുകൾ അഥവാ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ജാലവിദ്യക്കാരുണ്ടായിരുന്നു. ആ ജാലവിദ്യക്കാരന് പ്രായമായി, അദ്ദേഹം മരിക്കാനായപ്പോഴേ രാജാവിനോട് പറഞ്ഞു, രാജാവേ എനിക്ക് പ്രായമായിട്ടുണ്ട്, നിങ്ങൾ ഒരു കുട്ടിയെ നിശ്ചയിച്ചു തരികയാണെങ്കിൽ എന്റെ ജാലവിദ്യ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ്. അങ്ങനെ ഒരു കുട്ടിയെ നിശ്ചയിച്ചു കൊടുത്തു. ആ കുട്ടിക്ക് ജാലവിദ്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടി നേരം വെളുക്കുമ്പോൾ ഈ ജാലവിദ്യക്കാരടുക്കലേക്ക് വരും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിലെ ഈ കുട്ടി ഒരു മതപണ്ഡിതനുമായി പരിചയപ്പെടുകയുണ്ടായി. അവിടെ കയറും, സംസാരിക്കും, മതപരമായ കാര്യങ്ങൾ വെച്ച് പഠിക്കുകയാണ്. അങ്ങനെ ഈ ജാലവിദ്യക്കാരൻ അറിഞ്ഞാലോ ഈ കുട്ടിയെ അങ്ങേറ്റം വേദനിപ്പിക്കും. ആ സമയത്ത് ഈ പണ്ഡിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്കൊരു മാർഗം പറഞ്ഞു തരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നീ വീട്ടിൽ വൈകുകയാണെങ്കിൽ പറയണം ഞാൻ ജാലവിദ്യക്കാരടുക്കലിൽ നിന്നായിരുന്നു, അതേപോലെ തന്നെ ജാലവിദ്യനടുക്കൽ വൈകുകയാണെങ്കിലോ വീട്ടിൽ നിന്ന് വൈകിയതാണ് എന്ന് നീ പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അത് പ്രശസ്തമായി, അവിടെ ഫേമസ് ആയി. ഈ കുട്ടി രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ വെള്ളപ്പണ്ടുകാരെ സുഖപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി ചെയ്തപ്പോഴേ ആ കുട്ടിയുടെ കാര്യം പ്രശസ്തമായപ്പോൾ ആ രാജാവിന്റെ സഹസ്ര ഏറ്റവും വലിയ ഒരാള്, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്,
ആ രാജാവിന്റെ സദസ്സിലെ ഏറ്റവും വലിയ ഒരാൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹം ഈ കുട്ടിയെ സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന സമ്മാനങ്ങൾ മുഴുവനും നിനക്കാം, പക്ഷെ എന്റെ കാഴ്ച നീ ഉണ്ടാക്കി തരണം. ആ കുട്ടി പറഞ്ഞു, ഞാനല്ല കാഴ്ച ഉണ്ടാക്കി തരുന്നവൻ, അത് റബ്ബാണ്. നിങ്ങൾ മുസ്ലിം ആവുക, എന്നിട്ട് റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ കാഴ്ച റബ്ബ് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ്. ആ ആള് മുസ്ലിമാകാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയുണ്ടായി. എന്നാൽ രാജാവിന്റെ അടുക്കൽ ഈ രാജസഹസ്രിരുന്ന ഈ ആള് കണ്ണു കാണാത്തവനായിരുന്നല്ലോ. ഒരിക്കൽ ഇദ്ദേഹം കണ്ണു കാണുന്നവനായിട്ട് വരികയാണ്. അപ്പത്തേയും രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കാഴ്ച കിട്ടിയത് ഇവിടുന്നാണ്? അപ്പത്തേയും പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടാൻ കാരണം എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. ഞാൻ മുസ്ലിമായി, എന്നിട്ട് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. രാജാവ് ചോദിച്ചു, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്ക് മറ്റേ ഉണ്ടോ? ഞാനല്ലാത്തൊരു റബ്ബ് നിനക്ക് വേറെയുണ്ടോ? അതെ, ആ റബ്ബുണ്ട്. ആ റബ്ബ് എന്റെ മാത്രം റബ്ബല്ല, നിന്നെ കൂടി പഠിച്ചവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം ഉപദ്രവിച്ചപ്പോൾ, പരീക്ഷകൾ ഏൽക്കേണ്ടി വന്നപ്പോഴേ പണ്ട് ഈ പുരോഹിതൻ പറഞ്ഞിരുന്നു, ഈ പണ്ഡിതൻ പറഞ്ഞിരുന്നു, നീ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിക്കേണ്ടി വരുമെന്നാണ്. കാരണം ഒരു കാരണം കൂടി ഉണ്ടായി. ആ നാട്ടിലെ ഒരു വലിയ മൃഗം അവിടെ വഴി തടയുകയുണ്ടായി. മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. ആളുകൾ പലതും നോക്കി, പക്ഷേ മുന്നോട്ട് പോകാനാകുന്നില്ല. ആ സമയത്ത് ഈ കുട്ടി റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കല്ലെടുത്തുകൊണ്ട് ആ മൃഗത്തിന് എറിയുകയുണ്ടായി. ആ മൃഗത്തിന്റെ മേലെ തട്ടുകയും ആ മൃഗം ചത്തുപോവുകയും ചെയ്തു. ആ സമയത്ത് ആളുകൾ ഇദ്ദേഹത്തിനെ ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പേര് പ്രശസ്തമായത്. ആ സമയത്താണ് ഈ രാജാവിന്റെ കൂടെ ഇരിക്കുന്നയാള് ഈ വിവരം അറിയുന്നത്, അദ്ദേഹത്തെ രോഗം സുഖപ്പെടുന്നതുമൊക്കെ. രാജാവ് ഈ കാര്യം പറഞ്ഞു. രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ റബ്ബിൽ വിശ്വസിച്ചു, എനിക്കപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച തിരിച്ചു തരികയുണ്ടായി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനല്ലാത്ത റബ്ബ് നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്കല്ല, എന്റെ റബ്ബ് മാത്രമല്ല, അതെന്റെ രക്ഷിതാവ് മാത്രമല്ല, നിന്റെ കൂടി രക്ഷിതാവെന്നാണ്. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ആ പുരോഹിതൻ, ആ പണ്ഡിതൻ ഈ പറഞ്ഞ കുട്ടിയെ കുറിച്ച് പറയുകയുണ്ടായി. ഈ പറഞ്ഞ കുട്ടിയെ കുറിച്ച് പറഞ്ഞു. ആ കുട്ടിയെ വിളിച്ചു. അതേപോലെ തന്നെ ആ പുരോഹിതനെ വിളിച്ച് ആ പുരോഹിതനെ കൊന്നു. ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ ആ സംഭവം വിശദീകരിക്കപ്പെടുന്ന പ്രകാരമാണ്. ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് രാജാവ് ചില ആളുകളെ വിട്ടുകൊടുക്കുകയാണ്. ഒരു മലക്കുമോളിലേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞു. ആ മലക്കുമോളിൽ നിന്ന് താഴേക്കെറിയാനും. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ആ മലക്കുമോളിലേക്ക് കയറിപ്പോകുമ്പോൾ ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്, അല്ലാഹുവേ, ഇവരിൽ നീ എന്നെ സംരക്ഷിക്കണേ എന്ന്. അവര് മലക്കുമോളിൽ നിന്ന് വീഴുകയും ഈ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ രാജാവിന്റെ അടുക്കലേക്ക് ഈ കുട്ടി മടങ്ങി വരുന്നുണ്ട്. ചോദിച്ചു, അല്ല, നീ എവിടുന്നാണ്? എങ്ങനെ നിന്റെ കൂടെ വന്നിരുന്ന ആൾക്കാർ എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, അയാളൊക്കെ മരണപ്പെടുകയുണ്ടായി, ഞാൻ മാത്രം രക്ഷപ്പെടുകയുണ്ടായി. ആ സമയത്ത് രാജാവിനെ വീണ്ടും വിട്ടു. എന്തിനെന്നറിയുമോ? ഒരു സമുദ്രത്തിന്റെ നടുവിലേക്ക്. എന്നിട്ടോ സമുദ്രത്തിന്റെ നടുവിലെത്തിയാൽ നിങ്ങൾ ഈ കുട്ടിയെ വലിച്ചെറിയണമെന്നാണ്, പുറത്തേക്ക് എറിയണം. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. പുറപ്പെട്ട് ആ സമുദ്രത്തിന്റെ സെന്ററിലെത്തിയപ്പോൾ അവരദ്ദേഹത്തെ വലിച്ചെറിയാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും ഈ കുട്ടിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തണേ, ഇവരിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ്. അതെ, ലോകരക്ഷിതാവേ, ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും, ഏത് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ കുട്ടി രക്ഷപ്പെടുകയുണ്ടായി. അവസാനം ആ കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയോ മഹാരാജാവേ, നിങ്ങൾക്ക് എന്നെ കൊല്ലുക സാധ്യമല്ല. എന്നെ കൊല്ലാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്നറിയുമോ? നിങ്ങളെ എന്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, കുട്ടിയുടെ രക്ഷിതാവായ അല്ലാഹ് നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേരിലേക്ക് അമ്പെയ്യണം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഞാൻ മരിക്കുക എന്നാണ്. അപ്രകാരം ചെയ്തു. ആ കുട്ടി മരിക്കുകയുണ്ടായി. ഈ സമയത്ത് അവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്, ഒരു മാതാവ് വരികയാണ്. ആ മാതാവ് അരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തീയിലിട്ടിട്ട് ഇങ്ങനെ കരിക്കുകയാണ്. ആ സന്ദർഭത്തില് ആ ഉമ്മ കുട്ടി ഊരമ്മ ഊരയിൽ നിന്നുകൊണ്ട് മാതാവിനോട് പറയുന്നുണ്ട്, നീ ക്ഷമിക്കുക. കാരണം എന്താണ്? താങ്കൾ യാഥാർത്ഥ്യത്തിലാണെന്നാണ്. അതോ പ്രിയപ്പെട്ടവരെ, സത്യത്തിലാകുമ്പോഴേ നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഈ സമുദായത്തിന്, ആ മുസ്ലിമീങ്ങൾക്ക് ഒരു പുത്തിരിയല്ല എന്നർത്ഥം. നോക്കൂ, നിങ്ങൾ
ആ പരീക്ഷകൾ പ്രവാചകന്മാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പോലും ചോദിച്ചില്ലേ, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ല, മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങൾക്ക് അവർക്ക് വന്നു ഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഇല്ലാതെ ഞങ്ങളൊക്കെ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞൊരൊറ്റ കാരണത്താൽ സ്വർഗത്ത് പോയി വെച്ചിരിക്കുകയാണോ? ആരോടാ ചോദ്യം? ആരോടാണ്? അള്ളാന്റെ ഹബീബിനോടാണ്, പ്രവാചകനോടാണ്. എന്നിട്ടോ ആ പ്രവാചകൻ പോലും ചോദിച്ചു പോയി എന്നാണ്. മത്താ നസ്റുല്ലാഹ്, അള്ളാഹ് നമ്മോട് ചെയ്ത കരാർ എവിടെയാണ്? അള്ളാഹ് നമ്മോട് ചെയ്ത കരാർ എവിടെയാണ്? ആ സഹായം എവിടെയാണ്? ഇത് പ്രവാചകന്മാര് പോലും ചോദിച്ചു പോകാൻ മാത്രം അത്രമാത്രം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമാണ്. അത് വിശദീകരിക്കാൻ സാധ്യമല്ല എന്നർത്ഥം, അല്ലെ? യുദ്ധങ്ങള് ഇന്നലെ യുദ്ധമുണ്ടല്ലോ. 1447 റമദാൻ മാസം 18 ഇന്നുള്ളത്. ഇന്നലെ അഥവാ 1445 വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ മാസത്തിലെ 17-ാം തീയതി ഒരു യുദ്ധമുണ്ടായിരുന്നു. ശിർക്കും ഈമാനും തൗഹീദും തമ്മിൽ നടന്ന ഒന്നാമത്തെ യുദ്ധം. ആ യുദ്ധം ബദർ യുദ്ധമാണ്. നോക്കൂ നിങ്ങൾ, പട്ടിണി പാവങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴേ അവരുടെ കൂടെ ഭക്ഷണങ്ങളില്ല, നോമ്പ് നോക്കിക്കൊണ്ടാണ് പുറപ്പെട്ടിരുന്നത്. വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നതേ വെറും അറബികൾ ഉപയോഗിക്കാറുള്ള വാളുകൾ മാത്രമാണ്. പക്ഷേ കാലം മാറിയപ്പോഴോ കോലം മാറി. ആ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കലാണ്. നോക്കൂ നിങ്ങൾ, എങ്ങനെയെന്നറിയുമോ? ഈ തെക്ക് ഭാഗത്തേക്ക് പോയാലേ 313 സഹാബാക്കൾക്ക് പകരമായി 313 ചെമ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. കാരണം എന്താണ്? അതെ, ഒരു സഹാബിന്റെ സ്ഥാനത്തേക്ക്, ഒരു ബദരീങ്ങളുടെ സ്ഥാനത്തേക്ക് അയാൾക്ക് വിലയിട്ടത് ഒരു ചെമ്പ് ബിരിയാണിയുടെ വിലയാണെന്ന് അർത്ഥം. ഒരു ചെമ്പ് ബിരിയാണിയുടെ വിലയാണ് ഒരു ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്നർത്ഥം. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണെന്നറിയുമോ? നമ്മൾ വിശ്വസിക്കണം എന്താണെന്നറിയുമോ? ഒരു സ്വഹാബിയുടെ സ്ഥാനത്തേക്ക് ലോക മുസ്ലിമുകൾ മുഴുവനും വെച്ചാലും എത്തുകയില്ല എന്നാണ്. അതാണ് സഹാബി, അതാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, കാലം മാറുമ്പോൾ അങ്ങനെയാണ്. കാരണം ആ രൂപത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. ബഹിഷ്കരണങ്ങള്, മുടക്കലുകള്, ഉപദ്രവങ്ങള്, ഉപരോധങ്ങള്, പരിയാസങ്ങൾ, കൊലപാതകങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ. അള്ളാന്റെ ഹബീബ് പോലും 1 അല്ല 2 അല്ല 12 പ്രാവശ്യമാണ് കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാര്യം എന്താണ്? എന്താ നബി ചെയ്ത വേണ്ടാത്തരം എന്താണ്? അല്ല റസൂലേ, എന്ത് വേണ്ടാത്തര ചെയ്തത്? ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ്, ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം സംരക്ഷിക്കേണ്ടി വരുമ്പോഴേ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങളും ഉണ്ടാകും. അതിനാൽ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം എന്ന് വെച്ചാൽ അടുത്താണ്. കുറച്ചൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഖുർആൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പരീക്ഷണം അനുഭവിക്കാതെ സ്വർഗത്ത് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്ന്. ചിലരുണ്ട്, അവർക്ക് പരീക്ഷണം ഏൽക്കാൻ കഴിയില്ല. അവർ ചെയ്യാറുള്ളത് അവർ ആത്മഹത്യയിൽ അഭയം തേടാറാണ്. SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിഞ്ഞാൽ ഇതിന്റെ ഈ വാർത്തകൾക്കിടയിൽ, റിസൾട്ട് വരുന്നതിനിടയിൽ നമുക്ക് കേൾക്കാനാവും ചിലപ്പോ ആത്മഹത്യകളെ കുറിച്ച്. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത എന്താ അറിയുന്നത്? ക്ഷമിക്കാനാകുന്നില്ല, പ്രയാസങ്ങളെ നേരിടാനാകുന്നില്ല. ഇന്നത്തെ വല്ലാത്ത പ്രയാസമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്ക് പോലും. എനിക്ക് ജീവിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോകുക, ഈ രൂപത്തിലാണ് ഖുർആൻ പറയുന്നത്. അതല്ല, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, ആത്മഹത്യ നടത്തരുത് എന്നാണ്. അത് ഏത് രൂപത്തിലുമാകാം. നമ്മുടെ ശരീരത്തിന് പ്രയാസം ഉണ്ടാകുന്ന ഭക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ പാനീയങ്ങളാകാം, അതല്ലേ മറ്റുള്ള കാര്യങ്ങളാകാം. 1-ാം നമ്പർ ലഹരി തന്നെയാണ്. അത് നമ്മളെ വധിക്കലാണ്. അതിനാൽ അപ്രകാരം നിങ്ങൾ ചെയ്യരുതെന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം നമ്മളോട് കൂടിയിട്ടാണ്. തീർച്ചയായില്ലോ അല്ലാഹ് പറയുന്നുണ്ട്, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു കേസിനുമുള്ള പരിഹാരമല്ല എന്നാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ദുനിയാവിനും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, എന്റെ റബ്ബ് സഹായിക്കൂല, എന്റെ രക്ഷിതാവ് എന്നെ സഹായിക്കില്ല എന്ന വിചാരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു കയറ് നിങ്ങൾ ഉപരിഭാഗത്തേക്ക് ഇട്, അതിന് കഴുത്തൊന്ന് കുടുക്കി നോക്ക്. ഇങ്ങോട്ടേ അവന് ബാധിച്ച ഈ പ്രയാസം നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് അവനൊന്ന് നോക്കട്ടെ എന്നാണ്. അതൊരിക്കലും പരിഹാരമല്ല. നേരെ മറിച്ച് ആത്മഹത്യ എന്ന് പറയുന്നത് നാശങ്ങളുടെ കുഴി തോണ്ടലാണ്, നരകത്തിന്റെ കുഴി തോണ്ടലാണ്. പറഞ്ഞില്ലേ, ശിക്ഷ എന്താ? നിങ്ങള് സ്ഥലം പറഞ്ഞേ,
എങ്ങനെയാണ് ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് അതേ രൂപത്തിലായിരിക്കും നാളെ പരലോകത്തിൽ ശിക്ഷപ്പെടുക എന്നാണ്. നരകത്തിൽ അങ്ങനെയാണ്. അതേ ഒരാള് ഇരുമ്പിന്റെ ദണ്ടെടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ അതേപോലെയായിരിക്കും നരകത്തിൽ. അവന് ശാശ്വതനാണ് താനും. തിന്നില്ല, ഒരു മുകളിൽ നിന്ന് അഥവാ ബിൽഡിങ്ങിന്റെയും അതേപോലെ മുകൾ ഭാഗത്തിൽ താഴേക്ക് വീണിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിലോ അവൻ അതേപോലെ ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ്. വിഷം കഴിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ അതേപോലെ ആയിരിക്കുമെന്നുള്ളത് അള്ളാന്റെ ഹബീബിന്റെ വാക്കാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ശിക്ഷയാണ് എന്നർത്ഥം. സല്ലം പറഞ്ഞില്ലേ, ഒരു സംഭവം ഉണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഹുനൈൻ യുദ്ധത്തിലാണ്. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിമായ ആൾ അദ്ദേഹത്തെ കുറിച്ച് നബി പറയാം, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നബി പറയാം, ഹാദാ മിൻ അഹ്ലിൻ നാർ, ഇയാൾ നരകത്തിലാണെന്ന്. ഇയാൾ നരകത്തിലാണ്. ആളുകൾ അത്ഭുതപ്പെടുകയുണ്ടായി. ഞങ്ങൾ അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? എന്തേ നബി ഇദ്ദേഹത്തെ നരകത്ത് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം യുദ്ധം ചെയ്യാൻ ശക്തമായി പോരാടുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, 7 മുശ്രിക്കുകളെയാണ് അദ്ദേഹം കൊന്നത്. എന്നിട്ടും എന്തേ മുത്രീബ് അദ്ദേഹത്തെ കുറിച്ച് നരകത്തിലാന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്നാൽ അദ്ദേഹം ശക്തമായി പോരാടി. പക്ഷേ ആളുകൾ വിചാരിച്ചത് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷമിക്കാനായില്ല. വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന വാളിന്റെ പിടി നിലത്ത് കുത്തിയിട്ടേ അതിന്മ കടന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ആ സമയത്ത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹ്ൽ റളിയല്ലാഹു തആല അൻഹു നബിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. മുത്തനബിയെ കെട്ടിപ്പിടിച്ചോണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, അശ്ഹദു അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. പ്രവാചകരെ, താങ്കൾ പടച്ചറപ്പിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ ഒരിക്കലൂടെ സാക്ഷ്യം വഹിക്കുകയാണ്. നബി ചോദിച്ചു, എന്തേ പ്രകാരം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ എന്തേ പുതുതായിട്ട് എന്താ ഉണ്ടായത്? ആ സംഭവം വിശദീകരിക്കുകയുണ്ടായി. ആ സമയത്താണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു തആലയോട് വിളിച്ചു പറയാൻ വേണ്ടി, പരസ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്, അന്നഹു ലാ യദ്ഖുൽ ജന്നത ഇല്ലാ നഫ്സു മുസ്ലിമ, മുസ്ലിം മാത്രമേ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ. വഅന്നല്ലാഹു യുഅയ്യിദു ഹാദ ദീന ബിറജുൽ ഫാജിർ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്മാടികളായ മനുഷ്യന്മാരെ കൊണ്ട് ഈ ആദർശത്തിനെ ശക്തിപ്പെടുത്തി കയക്കാമെന്നാണ്. അതെ, ആരാരുമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാരെ ഈ തൗഹീദി പ്രഭാഷണത്തിന് പോകുമ്പോൾ മുസ്ലിമീങ്ങളെക്കാളേറെ ഈ സമുദായത്തിന്റെ നേതാക്കന്മാരെ സഹായിച്ചത് ആരാന്നറിയങ്ങള്? ചിലപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ പൂക്കിരികളായിരിക്കും, ആ നാട്ടിലെ ഏറ്റവും വലിയ തോന്നിവാസികളായിരിക്കും. അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഈ ആദർശത്തിനെ, ഈ വിശ്വാസത്തിനെ തമ്മാടികളെ കൊണ്ട് ശക്തിപ്പെടുത്തിയേക്കാം എന്ന് പ്രവാചകന്റെ പ്രഖ്യാപനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇസ്ലാം പറഞ്ഞു, നിങ്ങൾക്കുമുള്ള സമുദായത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ യുദ്ധത്തിന് പുറപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി. തന്റെ ആവനാഴിയിൽ നിന്ന് ഒരു കത്തി അദ്ദേഹം പുറത്തെടുത്തു. എന്നിട്ടോ അതുകൊണ്ട് അദ്ദേഹം കുത്തുകയുണ്ടായി. ആ രക്തം വാർന്ന് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം അവിടെ കിടക്കുകയുണ്ടായി. ആ സമയത്ത് അല്ലാഹു പറഞ്ഞത്രേ, ബാദ്റനി അബ്ദി ബിനഫ്സി, എന്റെ അടിമ അവന്റെ ശരീരവുമായി എന്റെ പക്കലേക്ക് ധൃതി കാണിക്കുകയുണ്ടായി. ഞാൻ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പായി അവൻ എന്റെ പക്കലേക്ക് വരികയുണ്ടായി. അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കുന്ന സമ്മാനം എന്താ? നിങ്ങള് ഹറംതു അലൈഹിൽ ജന്ന, അതെ, ഞാൻ സ്വർഗലോകം അവന്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. സ്വർഗം നിഷിദ്ധമാക്കാനുള്ള കാരണം അവൻ ചെയ്തത് എന്താണ്? മഹാപരാധമാണ്, മഹാകുറ്റമാണ് എന്നർത്ഥം. അതെ, അതിനാൽ നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമുണ്ട്. ആയുധം ഏതാണെന്നറിയുമ്പോ, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തീരാത്ത, കാശിന് ചെലവില്ലാത്ത, അതേ ശാരീരികമായി ചെലവില്ലാത്ത ഒരായുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ആയുധം പ്രാർത്ഥനയാണ്. വല്ലാത്തൊരായുധമാണ്. ആ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, നമ്മൾക്ക് അല്ലാഹു തആല വിധിച്ച വിധിയെപ്പോലും റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റാൻ പര്യാപ്തമാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. ലയറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ദുആ ആണ് റബ്ബിന്റെ വിധിയെപ്പോലും മാറ്റുക. വലയസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, നന്മയാണ് മനുഷ്യന്റെ ആയുസ്സിനെ അധികരിപ്പിക്കുക എന്നാണ്. നന്മക്ക് ആയുസ്സിനെ അധികരിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതേപോലെ പ്രാർത്ഥനക്കാണെങ്കിലോ റബ്ബിന്റെ ഖളാഇനെ, റബ്ബിന്റെ വിധിയെ മാറ്റാനുള്ള ശേഷിയുണ്ടെന്നാണ്. അതിനാൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത്രയും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രയാസങ്ങൾ കാരണത്താലേ ഒരിക്കലും മരിച്ചുട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. മരിച്ചാൽ മതിയായിരുന്നു ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാം, അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണേ, അതല്ല മരണമാണ് എനിക്ക് ഉത്തമമെങ്കിലോ നീ എന്നെ മരിപ്പിക്കണേ എന്നാണ്. അതെ, ലോകം മാറി മാറി വരുമ്പോഴേ, ലോകത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴേ
ദീന് കൊണ്ട് നടക്കാൻ ആളുകൾ ഉണ്ടാകില്ല. ദീന് കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിലോ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ അവർ കേൾക്കേണ്ടി വരികയും ചെയ്യും. അത്തരം സന്ദർഭത്തില് ക്ഷമിക്കുകയാണ് വേണ്ടതെന്നാണ് അള്ളാന്റെ ഹബീബിന്റെ വാക്കതാണ്. സല്ലം പറഞ്ഞില്ലേ, നീ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട അടിമക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖമോ പ്രയാസമോ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിക്കളയുകയും എന്നിട്ട് ആ പ്രയാസത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു തആല സന്തോഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ്. ആ പ്രാർത്ഥന നാം ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ബിനി അബ്ദിക ബിനി അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുകുമുക അദ്ലുൻ ഫീ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബി നഫ്സക ഔ അൻസൽതു ഫീ കിതാബിക ഔ അല്ലംതു വഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഗ്ഫർത ബി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അൽ ഖുർആന റബിയ ഖൽബി വനൂറ ബസരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി വഗമ്മി എന്നാണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി പഠിപ്പിച്ചത്. അതെ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രയാസങ്ങൾ മാറിപ്പോവുകയും എന്നിട്ട് അവിടേക്കോ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. അവിടെ പ്രയാസരഹിതമായിരിക്കും കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ്. ഇത് കേട്ടപ്പോഴേ നബിന്റെ സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ നബിയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ മനഃപ്പാടമാക്കേണ്ടതുണ്ടോ? ഞങ്ങൾ കാണാൻ പഠിക്കണം നബിയെ? മുത്തുനബിന്റെ മറുപടി പ്രകാരമാണ്, അജൽ, അതെ, അതെ, കേട്ട ആളുകളെ അത് മനഃപ്പാടമാക്കുന്നത് അനിവാര്യമാണ് എന്നാണ്. കാരണം പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകളില്ലാത്ത ആളുകൾ ഉണ്ടാകില്ല. ആ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, ആ പ്രയാസങ്ങൾ മാറിപ്പോകാൻ, ആ പ്രയാസങ്ങൾ സ്ഥാനത്തെ സന്തോഷമുണ്ടാകാൻ പര്യാപ്തമായ പ്രാർത്ഥന 3 വരി മാത്രം ആ പ്രാർത്ഥന പഠിച്ച് നമ്മൾ ചൊല്ലുകയാണെങ്കിലോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ, അല്ലെ, മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പരീക്ഷണങ്ങളാണ്, വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ അങ്ങോട്ടാണെങ്കിലോ ഇതിനേക്കാൾ പ്രയാസങ്ങളായിരിക്കും. 10-20 കൊല്ലക്കാലം നോക്കിയ പെൺകുട്ടിയെ ബാപ്പ എപ്പോഴും തിരിഞ്ഞു നോക്കാതെ മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ വെറുതെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക്. 3 പെൺമക്കളെ നോക്കാൻ വലിയ പരീക്ഷണം എന്ന് പറയാൻ കാരണം, 2 പെൺമക്കൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല ആരെങ്കിലും പരീക്ഷിക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് മറയാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം അത് വല്ലാത്ത പരീക്ഷണങ്ങളാണ്. ഞാൻ ഈ അടുത്ത് ഒരു നിക്കാഹിന്റെ കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിന്റെ ബാപ്പയല്ല കൈ കൊടുക്കുന്നത്, മൂത്താപ്പയാണ്. ഞാനിങ്ങനെ പറഞ്ഞു, ഈ കുട്ടിന്റെ ബാപ്പ ഗൾഫിലാണ്. ഈ ബാപ്പ ചിലപ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടാകും, കാണുന്നുണ്ടാകും. ഇത് ബാപ്പന്റെ സാഹചര്യങ്ങളാണ് ബാപ്പയെ അവിടെ എത്തിച്ചത്. സ്വന്തം 22 അല്ലെങ്കിൽ 20 കൊല്ലക്കാലം നോക്കിയ മകള് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേ അത് കാണാൻ ആഗ്രഹിക്കാത്ത പിതാക്കന്മാരുണ്ടാകുമോ? അതിനാൽ ആ ബാപ്പയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അദ്ദേഹത്തിന് അസഹനീയമാവും കാഴ്ച എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നോക്കാതെയാണ്, ഇതൊക്കെ പരിഗണിക്കാതെയാണ് നമ്മുടെ പെൺമക്കൾ മറ്റുള്ള ആളുകളെ കൂടെ പോകുന്നത് എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്, വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ നിക്കാഹിന്റെ വാക്കുകൾ ചൊല്ലിക്കൊടുത്തു. ഈ മൂത്താപ്പാക്ക് ചെല്ലാൻ കഴിയുന്നില്ല, അതേ ചെല്ലണില്ല. അദ്ദേഹം അത് ഓർക്കുകയാണ്, ഗൾഫിലിരിക്കുന്ന തന്റെ ജ്യേഷ്ഠനെ ഓർക്കുകയാണ്. പക്ഷെ ആ ചിന്ത പോലും ഇന്നിന്റെ പെൺകുട്ടികൾക്കില്ലാതെ പോയി. ആ ചിന്ത പോലും ഇന്ന് പെൺകുട്ടികൾക്കില്ലാതെ പോയി. ഒരു ബാപ്പന്റെ സ്ഥാനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഒരു ഉമ്മയാകണം. ആ ഉമ്മയാകണം. അപ്പോഴേ അതിന്റെ വില മനസ്സിലാവൂ, അല്ലേ? അതുകൊണ്ടാണല്ലോ തനിക്ക് ജന്മം നൽകിയ സ്വന്തം മാതാവിന്റെ വയറ്റത്തെ കത്തി കുത്തി ഇറക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് തള്ളെ നിങ്ങൾ എന്നെ പെറ്റതെന്നാണ്. നിങ്ങൾ എന്തിനാണ് തള്ളെ എന്നെ പെറ്റത് എന്ന്. എവിടെ 8 മാസം 9 മാസക്കാലം 10 മാസക്കാലം തന്നെ വയറ്റിൽ ചുമന്ന ഈ കുട്ടിയെ ചുമന്നുകൊണ്ട് നടന്ന ആ വയറിനോട് കുത്തിയിട്ടാ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ പെറ്റതെന്ന്. ആ ഗർഭാശയത്തിനെങ്ങാനും സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ ഗർഭാശയം പറയുമായിരുന്നു 10-25 കൊല്ലം മുമ്പ്, നോക്കണ്ട, കൊന്നള, ആരെങ്കിലും കാണാത്തടുത്ത് വെച്ചിട്ട് കഴുത്ത് ഞെരിച്ചള എന്ന് ആ ഗർഭാശയം സംസാരിക്കുമായിരുന്നു. പക്ഷേ ആ ഗർഭാശയം ഒരിക്കലും സംസാരിക്കൂല. ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? 5 പേരെ കൊന്നൊരുത്തിനെ കുറിച്ച്? പേര് മുസ്ലിമാണ്. 5 എണ്ണത്തിനെ കൊല്ലുക. അവസാനം കൊന്ന് അവൻ പ്രേമിക്കുന്ന പെൺകുട്ടിയെയാണ്. സ്വന്തം മാതാവിനെ കൊന്നു. ബാക്കി എന്നിട്ടോ അരമണിക്കൂർ യാത്ര ചെയ്ത്, കിലോമീറ്റർ യാത്ര ചെയ്തിട്ടേ വീണ്ടും വരിക. അങ്ങനെ അമ്മന്റെ അടുക്ക് അവിടെ കൊല നടത്തി വീണ്ടും വന്നു. എന്നിട്ട് സ്വന്തം അങ്ങനെ നോക്കുമ്പോഴോ അവസാനത്തിന് ഇറങ്ങലാണ് ഉമ്മ, അവസാനത്തെ വേദനയിലാണ്. ആ സന്ദർഭത്തിൽ ഉമ്മയെയും തട്ടി.
ചെന്നിട്ട് താൻ പ്രേമിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, സന്തോഷത്തോടു കൂടി പറയാം, ലഹരി എന്ന് പറഞ്ഞ സാധനം അതാണ്. ഞാൻ എല്ലാവരെയും തട്ടി, ഉമ്മനെയും തട്ടി. അവസാനം അവൾ ചോദിച്ചത്രേ, അപ്പൊ കുഞ്ഞ് നമ്മളെ ജീവിക്കുക. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാമറിന്റെ ഉറപ്പ് പിന്നെ അവൻ പരീക്ഷിച്ചത് അവളുടെ തലയിലാണ്. അവളെയും ശരിയാക്കി. പക്ഷെ അവിടെയല്ല പ്രശ്നം. എന്നിട്ട് ഈ പോലീസുകാർക്ക് ഇത് ചെയ്തത് ആരാണെന്നറിയാൻ യാതൊരു മാർഗവുമില്ല. പക്ഷെ ജീവിതത്തിന്റെ തുടിപ്പുള്ളത് ഈ ഉമ്മയിലാണ്. ആ ഉമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. അത് ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ ദിവസങ്ങൾ വെച്ച ഉമ്മ സംസാരിക്കാനാവുകയാണ്. ആ ഉമ്മയോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ പ്രകാരം ചെയ്തതെന്ന്. ആ ഉമ്മന്റെ വാക്കില്ലേ, എങ്ങനെയാണ്? ഞാൻ കട്ടിലും വന്ന് വീണതാണെന്നാണ്. അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. ഉമ്മക്ക് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല. ഉമ്മക്ക് തുല്യമായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അതാണ് അന്നിന്റെ ഉമ്മ. അതാണ് അന്നിന്റെ ഉമ്മ, ഇന്നിന്റെ ഉമ്മയല്ല. അതിനാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, മക്കളെ കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. മറ്റു പരീക്ഷണങ്ങൾ രോഗം കൊണ്ടാണെങ്കിലോ, ചില രോഗങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രയാസങ്ങളാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് എന്നിട്ട് ഓപ്പറേഷനോ അതേപോലെ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കേൾക്കുന്നതാണെങ്കിലോ മരണ വാർത്തകളാണ്. അത് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങളെല്ലാം അതിജയിക്കാൻ പ്രിയപ്പെട്ട മുജാഹിദുകളെ, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ കയ്യിലുള്ളത് ഒരു വല്ലാത്ത കാര്യമാണ്. അതാണ് പാത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആനിലെ ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന ആയത്ത് ഏതാണെന്ന് അറിയുന്നത്? അത് ഇതാണ്. സൂറത്ത് സുമർ 53-ാമത്തെ ആയത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകളോട്, അഥവാ പാപങ്ങൾ ചെയ്ത അടിമകളോട് നിങ്ങൾ പറയണം, പ്രവാചകരെ താങ്കൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ആ നിരാശ നമുക്ക് പറ്റിയതല്ല, വിശ്വാസികൾക്ക് പറ്റിയതല്ല, നമസ്കാരക്കാർക്ക് പറ്റിയതല്ല, നോമ്പുകാർക്ക് പറ്റിയതല്ല. ആരാധനപരമായ കാര്യങ്ങളെ ചെയ്യുന്ന മുജാഹിദുകളെ നമ്മൾക്ക് പറ്റിയതല്ല. ഏറ്റവും ചുരുക്കത്തിൽ നിരാശ നമുക്ക് പാടില്ല. കാരണം എന്താണ്? നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മെ സഹായിക്കും. ഖുർആൻ ഇബ്നു മസ്ഊദിന്റെ വാക്കുണ്ട്. ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസിയാണ്. എന്നാൽ ഖുർആൻ ഏറ്റവും അധികം ബരമേൽപ്പിക്കാന് ഖുർആനിലെ ഏറ്റവും എല്ലാം ഉൾക്കൊള്ളുന്ന ആയത്ത് ഏതാണ്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്നുള്ള സൂറത്ത് നഹ്ലിലെ ആയത്താണ്. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് നന്മ കൊണ്ടും അതേപോലെ നീതി കൊണ്ടുമാണ് എന്നുള്ള സൂറത്തിന്റെ 90-ാമത്തെ ആയത്താണ്. എന്നാൽ ഖുർആനിലെ ഏറ്റവും ബരമേൽപ്പിക്കാൻ ഏറ്റവും പര്യാപ്തമായ ആയത്ത് വമയത്തഖില്ലാഹ യജ്അൽഹു മഖ്റജ വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ് എന്നുള്ള ആയത്താണ്. ആരാണ് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്, അവനകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഏത് പ്രയാസങ്ങളാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഏത് പരീക്ഷണങ്ങളാണെങ്കിലും മുത്തഖിയായി ജീവിക്കുക, റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ വന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാമെന്നുള്ളത് ചരിത്രം നമ്മൾ സാക്ഷിയാണല്ലേ. എത്ര സംഭവങ്ങളാണുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചത് കാരണത്താൽ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ എത്ര സംഭവങ്ങളാണുള്ളത്. അതിനാൽ ആ ആയത്തിന്റെ കൂടെ ഇബ്നു മസ്ഊദ് പറഞ്ഞ വാക്കാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ആയത്തതാണ്. ഏറ്റവും അർജായത്തിൻ ഫിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തങ്ങളോട് എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ ചെയ്ത ആളുകളോട് പ്രവാചകരെ നിങ്ങൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. കാരണം എന്താണ്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല പാപങ്ങൾ മുഴുവൻ പൊറുക്കുന്നവനാണ്. പാപികളാണ് നമ്മൾ, കുറ്റങ്ങൾ ചെയ്തവരാണ് നമ്മൾ. അതിനാൽ ആ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ ആ പാപങ്ങളിൽ ഞാൻ പുറത്തു തരാമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ്. കാരണം ഇന്നഹു ഗഫൂറുർ റഹീം, അവൻ ആരാണെന്നറിയുമോ നിങ്ങൾ? അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണെന്നാണ്. ആ കാരുണ്യവാന്റെ പക്കലേക്ക് ഉയരണം നമ്മുടെ കൈകൾ, പ്രാർത്ഥിക്കാൻ നമ്മൾ. ആ റബ്ബെല്ലാം നൽകാമെന്നുള്ള റബ്ബിന്റെ കരാറാണ്. ചോദിക്കുകയാണ് നമ്മൾ വേണ്ടത്. നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമയവും തയ്യാറാണ്. പകൽ സമയത്ത് അവൻ അവന്റെ കൈ നീട്ടിയിരിക്കും. എന്തിനെന്നറിയുമോ? രാത്രി സമയത്ത് പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന കേൾക്കാൻ. രാത്രി അവൻ കൈ നീട്ടിയിരിക്കും, പകൽ സമയത്ത് പ്രാർത്ഥിച്ചവൻ ഉത്തരം സ്വീകരിക്കാൻ. കുഴപ്പമെവിടെയാണ്? നമുക്കാണ്. ചോദിക്കാൻ നമ്മൾ തയ്യാറില്ല, സമയമല്ല. അങ്ങനെയാണ്. എല്ലാത്തിനും സമയമുണ്ട് അല്ലേ? എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പക്ഷെ ഇതിന് മാത്രം സമയമില്ല. അതിനാൽ അല്പൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പരലോകം അതാണ് ജീവിതം, യഥാർത്ഥമായ ജീവിതം അതാണ്. എപ്പോഴും മരിക്കാം, എവിടെ വെച്ചും മരിക്കാം, ഏത് രൂപത്തിലും മരിക്കാം. പരലോകെ
അത് വൽ-ആഖിറതു ഖൈറുൻ വഅബ്ഖ എന്നൊന്നുമുള്ളതാണ്. അതാണ് നമ്മുടെ പ്രതീക്ഷയും. അതാണ് പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പട്ടിണികൾ ഇതൊക്കെ ഉണ്ടായാലേ നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞ ലഫ്തുൽ ഇബാദ, ആരാധന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏതാ അറിയുന്നത്? ഹുസ്നുൽ വന്നി ബില്ലാ, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരിക്കലാണെന്നാണ്. റബ്ബിനെ കുറിച്ച് നല്ല വിചാരിക്കുക. എന്റെ റബ്ബാണ്, അവൻ എന്നെ സഹായിക്കും. എന്റെ റബ്ബെങ്ങാനും എന്നെ കഴിഞ്ഞാലോ പിന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതിനാൽ എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്നുള്ള ആ റബ്ബിനെ കുറിച്ചുള്ള സൽവിചാരമുണ്ടല്ലോ, ആ നല്ല വിചാരമുണ്ടല്ലോ, അതാണ് അഫ്ളൽ ഇബാദത്താണ്. ആരാധനയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ, അന ഇൻദ ഹുസ്നി വന്നിക ബി, നീ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നത് ഞാൻ അതേപോലെയാണ്. എന്നെ കുറിച്ച് നീ നല്ല വിചാരിച്ചാൽ ഞാൻ അവിടെ ഉണ്ട്. റബ്ബിനെ കൈവിട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിലോ ഞാൻ നിന്നെ കൈവിടും. ഇല്ല, ഞാനിത് പ്രയാസപ്പെട്ടാലും എന്നെ അല്ലാഹു തആല എന്നെ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷയാണ് വിശ്വാസിനികളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹ് പറഞ്ഞേ, വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫനി വഅംനനി, ഞാൻ എന്റെ അടിമകൾക്ക് ഞാൻ ഒന്നുകിൽ ഇരു ലോകത്തും പ്രയാസം ഉണ്ടാവുക, അല്ലെ ഒരു ലോകത്തും സന്തോഷം ഉണ്ടാവുക, ഞാൻ ഒരിക്കലും അങ്ങനെ നൽകില്ല എന്നാണ്. ദുനിയാവിലും പരലോകത്തും സന്തോഷം ഉണ്ടാവുക, തൃബയത്തുണ്ടാവുക, ദുനിയാവിലും പരലോകത്തും പ്രയാസം ഉണ്ടാവില്ല. ദുനിയാവിൽ പ്രയാസമാണെങ്കിൽ നാളെ പരലോകത്ത് എന്തായിരിക്കും? സന്തോഷകരമായിരിക്കും. ദുനിയാവിൽ എങ്ങാനും സന്തോഷിക്കുകയാണെങ്കിലോ, നിങ്ങൾ സ്വഹാബത്തെ ചരിത്രം വായിച്ചോക്ക് അല്ലെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉറപ്പില്ലാത്ത ആളുകൾ, നോമ്പാണല്ലോ. നബിയെ കുറിച്ച് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ നോമ്പ് തുറക്കാനുള്ള കാരക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ, ആ ഒരു എന്താ പറയാ, നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങൾ. നമ്മുടെ ഹബീബ് നോമ്പ് തുറഞ്ഞിരുന്നത് നിസ്സാരമായ കാരക്കയിടനം കൊണ്ടായിരുന്നു. ദക്കിൽ എന്നാണ് ഇതിന് പറയാം, ദക്കിൽ. അത് ഏറ്റവും നിസ്സാരം. 150 ചില്ലാനം കാരക്കട ഇനങ്ങളുണ്ട്. അത് ഏറ്റവും നിസ്സാരമായ ഇനം, അഥവാ കുരുല്ലാത്ത കാരക്ക, പേടാണത്, മോശമായ ഇനം. അതുകൊണ്ടാണ് എൻ്റെ നിങ്ങളുടെ ഹബീബ് നോമ്പ് തുറന്നിരുന്നത്. എത്ര തരം ജ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക്, എത്ര തരം ഭക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ജീവിതത്തിൽ നേരിയ പത്തിരി ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല എന്നുള്ളത് ആയിഷ റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. എന്റെ ഹബീബ് ഒരിക്കൽ പോലും തീൻമേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അള്ളാന്റെ ഹബീബ് ഭക്ഷണം കഴിക്കാനുള്ള 3 രൂപത്തിലാണ്. ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ആ 3 രൂപവും തന്റെ കാലിങ്ങനെ വയറുമ്മക്ക് ജാമായിട്ടാണ്. കൂടുതൽ കഴിക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, ആ വീട്ടിലൊന്നുമില്ല. അള്ളാന്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരും. ആയിഷ ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ നബി പറയേ, നിനക്ക് നോമ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ എത്ര പ്രയാസങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടോ, ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ നമുക്ക്? അല്ല, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിനക്ക് നോമ്പാന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ അവസ്ഥ ഏതാണ്? അതിനാൽ വേണ്ട എന്നല്ല, എത്ര ഇനങ്ങളും കഴിക്കാം. റബ്ബ് അനുവദിച്ചതാണ്, ഹലാലാണ്. ഹറാമായ രൂപം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷേ ആ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ഓർമ്മ നമുക്ക് നല്ലതാണ്. എന്റെ ഹബീബ് ഒരു നല്ല കാരക്ക കൊണ്ടുപോലും തുറന്നിട്ടില്ലെങ്കിലേ തുറക്കുമ്പോഴേ അതേപോലെ ഒരു നേരത്തെ കാരക്ക പോലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒരു കാരക്ക പോലും നല്ല രൂപത്തിൽ കഴിക്കാനില്ല, സൗകര്യമില്ലാതെ നോമ്പ് തുറക്കുന്ന ഒരുപാട് സഹോദരങ്ങളും കുട്ടികളും ഉണ്ട്. ഓർമ്മല്ല നിങ്ങൾക്ക് ഫലസ്തീനിലൊക്കെ കഴിഞ്ഞ പോലെ നമ്മൾ കണ്ടതല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഒക്കെ ചൊൽപ്പടിക്ക് നിർത്താത്ത രാജ്യങ്ങളെ എങ്ങനെയെല്ലാം വർദ്ധിയിലാക്കാൻ പറ്റുമെന്നുള്ള നോട്ടമാണ് ലോകത്തതാണ്. പരീക്ഷണങ്ങൾ അതാണ്. എന്തോ ആകട്ടെ, എന്തോ ഏത് രൂപത്തിലാണെങ്കിലും ശരി, പക്ഷേ അവനവന് നിർത്താൻ കഴിയില്ല എങ്കിൽ അവരെ ഉള്ളിലൊതുക്കുക എന്നുള്ള, കൈപ്പിലൊതുക്കുക എന്നുള്ള ഒരു ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അവിടെയാണ്. ആ കൈകൾ നാളെ ചിലപ്പോൾ നീളുന്നതേ നമ്മുടെ നേർക്കായിരിക്കാം, നമ്മുടെ രാജ്യത്തിന് നേർക്കായിരിക്കാം. ആൾക്കാരങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇല്ല, അമ്മക്കൊക്കെ സുരക്ഷിതരാണ്, ഒരു പ്രയാസമില്ല എന്നുള്ളതല്ലേ. അനുഭവിക്കാതിരിക്കാൻ ബാധിക്കാം. കാരണം പരീക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന കാലത്ത് ദീന് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാല് തീക്കാണിൽ കൈകൾ പിടിച്ച പോലെയാണ്. എറിയാൻ കഴിയോ? ദീനാണ്, വിടാൻ പറ്റൂല. എന്നാ പിടിക്കാൻ കഴിയോ?
ഇല്ല, ആ രൂപത്തിലേക്കാകുമെന്നാണ്. എന്നാലോ മലവെള്ളപ്പാച്ചിൽ വലിച്ചു വരുന്ന ചപ്പു ചവറുകളുണ്ട്. ആ ചപ്പു ചവറുകളാണ് ആദർശമില്ലാത്തവരവരാണ്, വിശ്വാസമില്ലാത്തവരവരാണ്. എങ്ങനെയായാലും വേണ്ടിയില്ല, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം, എന്നും ഇത് ലഹരിയിലാണെന്ന ഇന്നലെ മനം മൂളിപ്പറക്കണമെന്ന് പാടുന്ന പാട്ടുണ്ടല്ലോ. എനിക്കെന്തായാലും വേണ്ടി ഹാപ്പിയാണ്, ഇതൊറ്റ ലൈഫാണ്, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം എന്ന് പറയുന്നത് ഇതാ ഈ വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും മുൻഭാഗത്തെയും പിൻഭാഗത്തെയും പേടിക്കാത്ത ആളുകളാണ്, മരണത്തിനെ പേടിക്കാത്ത ആളുകളാണ്, ഖബറിനെ പേടിക്കാത്ത ആളുകളാണ്, പള്ളിക്കാടിനെയും അവസാനമായി ചെന്ന് കിടക്കാനുള്ള ആ സ്ഥലത്തിനെയും പേടിക്കാത്തവരാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവിടെ കിടക്കേണ്ടവരാണ്. അല്ലേ? ഞാൻ 23 വർഷം കുത്തുബ പറഞ്ഞു ഇവിടെ, പലപ്പോഴും പല മുഖങ്ങളും ഇവിടെ കാണില്ല. ഇത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആയുസ് തന്ന് വീണ്ടും ഇവിടെ കാണാനും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് എനിക്കുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് എന്നോട് നല്ല സ്നേഹമാണ്. അത് ഞാൻ ഇവിടെ മാത്രമല്ല അനുഭവിച്ചത്, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും സൗദി അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരുടെ സന്തോഷം, അതിരിറ്റ സ്നേഹം എനിക്ക് അനുഭൂതികൾ ഉണ്ടാകാറുണ്ട്, സന്തോഷമുണ്ടാകാറുണ്ട്. എവിടുന്നും ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ അറിഞ്ഞു കൊള്ളണമെന്നില്ല, കാരണം ഒരു കുത്തുബ ഇവിടുന്ന് കേൾക്കുന്ന സമയത്ത് ആ ബാക്കിൽ ഇരിക്കുന്ന ആളെ നമ്മൾ കാണില്ലല്ലോ, അറിയില്ല. പക്ഷേ സൗദി അറേബ്യയിലും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോഴേ കൈ പിടിച്ചുകൊണ്ട് പറയും, മൊലീവിക്ക് ഓർമ്മയില്ല, ഞാൻ പുള്ളിക്കാരനാണ്. പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടാകാറുണ്ട്. റോട്ടിൽ കാത്തു നിൽക്കുന്ന സമയത്ത് വാഹനം നിർത്തിയിട്ട് കയറി മൗലവി അറിയണേ, ഞാൻ നോക്കും ആരാണെന്നുള്ളത്, പറയും, പരിചയപ്പെടുത്തും, ഞാൻ പുള്ളിക്കാരനാണ്. വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമായിട്ട് ഞാനത് കാണുന്നു. പല മുഖങ്ങളും ഇന്ന് നമ്മുടെ കൂടെയില്ല, പല ആളുകളും, പലരും ഏറ്റവും അധികം എന്നെ സ്നേഹിച്ചവരും ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചവരും നമ്മളൊക്കെ സ്നേഹിച്ചവരുമായിരുന്നു. കുത്തുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഏറ്റവും എത്ര നേരത്തെ വന്നാലും ആ ആളുകളെ മുൻകടക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനത്തെ 1ാം സഫിലും 2ാം സഫിലൊക്കെ ഇരുന്നിരുന്ന ഒരുപാട് ആളുകൾ യാത്ര പോയി. നമ്മുടെയൊക്കെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ ഏറ്റി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖബറുകളെ സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് നൽകാനുള്ള അതാണ്, പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അങ്ങനെ തന്നെ. പരീക്ഷണങ്ങൾ പറഞ്ഞാൽ ഉണ്ടാകും, മരണം ഉറപ്പാണ്, സുനിശ്ചിതമാണ്, എന്നാൽ രക്ഷപ്പെടണം. ഇവിടെ അല്പം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവസാനം പറഞ്ഞില്ലേ, എൻ്റെ ഒരടിമക്ക് ഞാൻ ഒരിക്കലും 2 സ്ഥലത്തും സന്തോഷം കൊടുക്കൂല, 2 സ്ഥലത്തും പ്രയാസങ്ങൾ നൽകൂല. ഇദഖാഫനി ഫി ദുനിയ അമിൻതുഹു യൗമൽ ഖിയാമ, ഞാൻ അവനെ ഈ ദുനിയാവിൽ പരീക്ഷിക്കുകയാണെങ്കിൽ, ദുനിയാവിൽ ഞാൻ അവന് പേടി കൊടുക്കുകയാണെങ്കിലോ അമിൻതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഞാൻ നിർഭയത്വം കൊടുക്കുമെന്നാണ്. അതാണ് പ്രിയപ്പെട്ടവരുടെ ആവശ്യം. ഇവിടെ അല്പം പ്രയാസപ്പെട്ടാലും, ഒരു നേരത്തെ ചായ കുടിക്കാൻ മാറ്റി വെച്ചാലും, ജ്യൂസ് കുടിക്കുന്നതേ പച്ചവെള്ളം കുടിക്കേണ്ടി വന്നാലും, ജ്യൂസ് കുടിക്കേണ്ടതേ പച്ചവെള്ളം കുടിക്കേണ്ടി വന്നാലും, നാളെ ലോകത്ത് കുടിക്കാൻ കിട്ടലാണ് ഏറ്റവും ഭാഗ്യം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ കൊണ്ട് കൗസർ കുടിക്കാൻ കിട്ടലാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ദുനിയാവിലെങ്ങാനും അവൻ നിർഭയനാണെങ്കിലോ അഖഫ്തുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ പേടിപ്പെടുത്തുന്നതാണ്, അവിടെ നാം അവനെ പിടിക്കുമെന്നാണ്. അത് കഷ്ടമാണ്, അത് പ്രയാസമാണ്. അതിനാൽ അവിടെ സന്തോഷിക്കാൻ നമുക്കാകണം. കുടുംബങ്ങളുടെ കൂടെ, നാം ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ ബാപ്പിമ്മി പോകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുക. ബാപ്പെന്ന് പോയോക്കണം, ഉമ്മെന്ന് പോയോക്കണം. വെറുതെയാണോ പറഞ്ഞത്? ബാപ്പനെ ഇമ്മനെ നോക്കി സ്വർഗം കിട്ടും എന്നുള്ള പറഞ്ഞ് വെറുതെയാണ്. വെറുപ്പിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല. അവരിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കൊണ്ടേയിരിക്കും. കഷ്ടവും മൂത്രവും ഒക്കെ കോരേണ്ടി വരും, വെറുപ്പിക്കേണ്ടി വരും. വല്ലാത്തൊരു വിഷമമാണ്. എനിക്ക് ഓർമ്മ വന്ന എൻ്റെ അമ്മനെയാണ്. എൻ്റെ അമ്മ, ഞാൻ ചെന്ന് 2 മാസം മുമ്പും വരുന്നത്, എന്നും പോകും. 2 മാസം മുമ്പ് ചെന്നപ്പോൾ ഉമ്മ എന്നെ അറിഞ്ഞില്ല. 10 മാസം കൊണ്ടുനടന്നൊരു മകനെ ഉമ്മ അറിയില്ല എന്നറിഞ്ഞാൽ ആ ഓർമ്മ ഒന്ന് ആലോചിച്ച് നിങ്ങൾ. അതൊക്കെ പോകുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിൻ്റെ വേദന അറിയുള്ളൂ. ബാപ്പ മരണപ്പെട്ടു പോയി. അപ്പോൾ ആ അമ്മനും ബാപ്പനെയും നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് സ്വർഗം നേടാനുള്ള വല്ലാത്തൊരു മാർഗമാണ്. പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, കാഷ്ടിക്കും, അതേപോലെ തന്നെ ഇതാക്കും. എൻ്റെ ഒരു ബന്ധുണ്ട്, കാഷ്ടിക്കും, വലത് കൈ കൊണ്ടും വാരും, എന്നിട്ട് ചുമരിൽ മുഴുവനും തേക്കും, കാണുന്ന ആളുകളെ മുഴുവനും അറിയും. ഭക്ഷണം കൊടുത്താലേ
ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് ക്ലോസറ്റിലിടും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിചാരം ചിലപ്പോ ഭക്ഷണം ഒഴിവാക്കാനുള്ള സ്ഥലം ചിലപ്പോൾ അതായിരിക്കും. ചെറിയ കുട്ടികളുടെ മനസ്സാണ്, അല്ല അതിനേക്കാളേറെ ദുർബലമായ മനസ്സാണ് സാധാരണഗതിയിൽ ചെറിയ ഈ പ്രായമേറിയ ആൾക്കാർക്ക് ഉണ്ടാകുക. അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ആ അർദൽ ഉംറിലേക്ക് നീ എന്നെ മടക്കല്ലേ റബ്ബേ എന്ന്. അർദൽ ഉംർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ദുർബലമായ അവസ്ഥയാണത്. ഒരു കുട്ടിയാകുമ്പോഴോ അത്ര ദുർബലത ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് വളർന്നു വരുന്നതാവുകയാണ്. പ്രായമാകുമ്പോഴേ അങ്ങനെയല്ല, എല്ലാം കണ്ട് എല്ലാം അനുഭവിച്ച് പിന്നെ ഒന്നിനും പറ്റാത്ത രൂപത്തിലാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കണം, അവരെ നിങ്ങൾ ശരി കൃത്യമായി നോക്കണം. ബാപ്പന്റെ സ്ഥാനം ഭൂമുഖത്തെ ഒരാൾക്കുണ്ടാവൂല, അത് പോകുമ്പോ വില മനസ്സിലാവുള്ളൂ. ഉമ്മനെ പോലെ മറ്റൊരു ഉമ്മയും ലോകത്ത് ലഭിക്കാനില്ല. നേരത്തെ പറഞ്ഞില്ലേ, ആ ഉമ്മ പറഞ്ഞാൽ അതാണ്, കട്ടിലും വന്ന് വീണതാണ് ഞാൻ എന്ന് പറയാൻ ഉമ്മ പ്രേരിപ്പിച്ച വാക്കെന്താ നിങ്ങള്? എന്റെ കുട്ടിക്കൊരിക്കൽ പോലും ഒരു വിഷമുണ്ടാകരുത് വിചാരിച്ചിട്ടാ. അഥവാ നിയമപാലകന്മാരോട് പറഞ്ഞാല് എന്റെ മക്കളെ അവർ ഉപദ്രവിക്കുന്നുള്ള പേടി കാരണത്താലാണ്. അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. അതിനാൽ ഉമ്മനെ വാപ്പനെ സ്നേഹിക്കുക, എല്ലാ നന്മകളും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ പക്കൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുപുറത്തും മാപ്പാക്കി നൽകണേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഭൂമി ലോകത്ത് നിനക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ ഇതേപോലെ ഒന്നിച്ചിരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. യാതൊരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. ഉള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹു ഇസ്സത്തുള്ള മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് നീ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബേ. യുദ്ധക്കൊതിയന്മാരെ, യുദ്ധവറിയന്മാരെ നീ നശിപ്പിക്കണേ റബ്ബേ. അവരുടെ ആയുധങ്ങൾ നീ തകർക്കണേ റബ്ബേ. അവരുടെ സാമ്പത്തിക ശേഷിയെ നീ തകർക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഞങ്ങൾ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.